ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്നൊരു വീക്കെൻഡ് കുക്കിംഗ് ആണ്. അപ്പം ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാം. അപ്പം ഇന്ന് ഏട്ടൻ്റെ കുക്കിംഗ് ആണ്. അപ്പം ഇന്ന് ഇത് 1 കിലോ ബീഫുണ്ട്. അത് നല്ലോണം കട്ട് ചെയ്ത് വാഷ് ചെയ്ത് നല്ലോണം ആക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലോട്ടിട്ടു. എന്നിട്ട് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതെല്ലാം കൂടെ നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം തിരുമ്മി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നല്ലോണമായിട്ടും തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു തരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് മാറ്റി വയ്ക്കുക. ഒരു 8-9 വിസിലടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതെല്ലാം കൂടെ നമ്മൾ മുഴുവൻ സ്പൈസസ് ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ഒരു 3 സവോള അരിഞ്ഞതും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഏട്ടൻ സവോള ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. സവോള ഇട്ട് ഇന്ന് ഏട്ടൻ്റെ കുക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ കുക്കിംഗ് ആണ്. നല്ലോണം പാവം ഫുൾ അരിയുമൊക്കെ ചെയ്ത് കേട്ടോ. ഫുൾ അരിയും പിടിക്കുക എല്ലാം ചെയ്ത ഏട്ടൻ തന്നെയാണ്. അതിന് ശേഷം നല്ലോണം ഇളക്കി ഇതാക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചാണ്. പച്ചമുളകും കൂടി ഇട്ട് ഒന്നും കൂടെ നല്ലോണം മസാല നല്ലോണം വഴറ്റുന്നുണ്ട് ഏട്ടൻ. നല്ലോണം വഴറ്റി ഉള്ളിയുടെയൊക്കെ കളറും പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം എല്ലാം മാറി നല്ലൊരു കളർ മാറ്റം വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. തക്കാളി നല്ലോണം വെന്ത് കുഴയുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ ബീഫിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് ആ സെയിം മസാല തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് വെറുതെ അതിട്ട് കൊടുത്തു. അതൊന്ന് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടു. അതിനപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നല്ലോണം വെന്ത് വന്നു. അതിൻ്റെ അകത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ആ ഒരു എണ്ണ തെളിയുന്ന ഒരു പാകം വരുമല്ലോ, ഇങ്ങനെ ആ എണ്ണ തെളിയുന്ന പാകം വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. ചപ്പാത്തിയും സാലഡും കൂടി ആക്കി അടിപൊളിയായിരുന്നു. ഓക്കെ, ബൈ.